ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. ഫസ്റ്റ് തന്നെ പറയും, ഇപ്പോൾ ഇവിടെ നല്ല മഴയുണ്ട്. അപ്പോൾ റേഞ്ചിന്റെ എന്തെങ്കിലും ഇഷ്യൂസോ സൗണ്ട് എന്തെങ്കിലും കേൾക്കാതെ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എന്തെങ്കിലും പോർഷൻസ് മനസ്സിലാവാതെയോ ക്ലിയർ ആവാതെയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യാം. അത് നമുക്ക് ശേഷമുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം സമയം കളയുന്നില്ല. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നോക്കാം എന്താണെന്ന്. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ ഇൻ ഗ്രൂപ്പ് ചെറിയൊരു ടോപ്പിക് കൂടി ഉണ്ട്. അപ്പൊ ഈ രണ്ട് ടോപ്പിക് കൂടി ഇന്ന് ഒന്നിച്ച് നോക്കാം. 10-15 പോട്ടെ, മാക്സിമം 20 മിനിറ്റ്, അതിനുള്ളിൽ രണ്ട് ടോപ്പിക്കും തീരും. കുഞ്ഞു ടോപ്പിക്കാണ്, എന്താണെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകും. ഓക്കെ, സമയം കളയാണ്ട് നമുക്ക് പെട്ടെന്ന് നോക്കാം. കമ്മ്യൂണിക്കേഷൻ നമ്മൾ സെക്കൻഡ് ഇയർ പഠിക്കുന്ന ടോപ്പിക്കാണ്. എന്താണ് കമ്മ്യൂണിക്കേഷൻ, സോഴ്സ് എന്താണ്, സെൻഡർ എന്താണ്, റിസീവർ എന്താണ്, ചാനൽ എന്താണ്, ഫീഡ്ബാക്ക്, പിന്നെന്താ എൻകോഡിങ് ഡീകോഡിങ് ഒക്കെ എന്താണെന്ന് ഇതിന് മുമ്പത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾ അതിന്റെ ബാക്കിയുള്ളൊരു ടോപ്പിക്കാണ് നോക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ, ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, എന്താണ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ, അതിന്റെ എന്തൊക്കെയാണ് എന്നാ നോക്കുന്നത്. ഓക്കെ, 4 ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് നമുക്ക് മെയിൻ ആയിട്ടും. ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഉണ്ട്, വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഉണ്ട്, വെർബൽ ആൻഡ് നോൺ വെർബൽ ഉണ്ട്, വൺ വേ ആൻഡ് ടു വേ ഉണ്ട്. ഓക്കെ, 4 ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് നമുക്ക് നിലവിലുള്ളത്. ഓരോന്നും എന്താണെന്ന് നോക്കാം. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാനിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ എൻ്റെ സിനാരിയോ നിങ്ങൾ കാണേണ്ട പഠിക്കണം. ഞാൻ ഇപ്പോഴും പറയുന്നില്ല, നിങ്ങൾ കണ്ടന്റ് എന്താണ്, ഞാൻ ഉദ്ദേശിക്കുന്ന കോണ്ടന്റ് എന്താണ് നിങ്ങൾക്ക് മനസ്സിലുണ്ടായാൽ മതി. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എക്സാമിന് എഴുതിയാൽ മതി. ഞാനിപ്പോഴും പറയുന്നു, മുഴുവൻ കാണേണ്ട പഠിക്കേണ്ട. എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കുള്ളിൽ ഉണ്ടായാൽ മതി. അത് വെച്ച് നിങ്ങൾക്ക് എങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. നിങ്ങളുടെ ഉള്ളിലെ കൺസെപ്റ്റ് ഉണ്ടോ എന്ന് മാത്രമേ എക്സാം നോക്കുന്നവർ ശ്രദ്ധിക്കുള്ളൂ. അല്ലാണ്ട് ഡയറക്റ്റ് അപ്പാടെ അച്ചടിച്ച് വെക്കണമെന്ന് ഞാൻ പറയില്ല. ഓക്കെ, ഫോർമൽ നോക്കാം. ഫോർമൽ ആൻഡ് ഇൻഫോർമൽ. The one which flows through the official channels designed in the organizational chart. It may take place between superior and a subordinate. Informal communication that takes place without following the formal channels referred to as grapevine, social media interaction, tea breaks, മറ്റേത് ഗവൺമെന്റ് ഓർഡർ. എന്താണെന്ന് മനസ്സിലാവില്ല. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ DHIC കോഴ്സ് പഠിക്കുന്ന കുട്ടികളാണ്, സെക്കൻഡ് ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ എക്സാം എന്നാവും നിങ്ങൾക്കൊരു സംശയമുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ഗവൺമെന്റ് ഓർഡർ വന്നത്. DHIC ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് പഠിക്കുന്ന 2ാം വർഷ വിദ്യാർത്ഥികൾക്ക് ഈ ദിവസം മുതൽ ഈ ദിവസം വരെ എക്സാം ഉണ്ടാകും. എക്സാമിന് വേണ്ടി കുട്ടികൾ ആപ്ലിക്കേഷൻ കൊടുക്കണം, അതിന്റെ ഫീ അടക്കണം എന്നൊക്കെ പറഞ്ഞ് ഗവൺമെന്റ് ഓർഡർ വന്നല്ലേ. പ്രോപ്പർ ഒരു ഫ്രം ടു അതിന്റെ പകർപ്പാടിലൊക്കെ ഉണ്ടാവും. പ്രോപ്പർ അതിന്റെ ഒരു പ്രോപ്പർ ചാനൽ, ഒരു പ്രോപ്പർ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ വെച്ചിട്ട് ഒരു ഗവൺമെന്റ് ഓർഡർ വന്നു. അതിനാണ് ഫോർമൽ എന്ന് പറയുന്നത്. അത് നമ്മുടെ സൂപ്പർവൈസർ ആയിട്ടുള്ള ആളയച്ചതാണ്. നമ്മുടെ എല്ലാ കോളേജിന്റെയും പ്രിൻസിപ്പൽമാർക്ക് ഡയറക്റ്റ് അയച്ചു കൊടുക്കുന്നതാണ്. അതിനാണ് ഫോർമൽ എന്ന് പറയുന്നത്. അതിനൊരു സ്ട്രക്ചർ ഉണ്ടാവും. ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ നമ്മൾ കൂട്ടുകാർ തമ്മിൽ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കണം, ടെക്സ്റ്റ് മെസ്സേജ് അയക്കണം, നമ്മൾ ചായ കുടിക്കുമ്പോൾ നമ്മൾ വട്ടം കൂടി സംസാരിക്കണം. അതിനൊക്കെ നമുക്ക് ഇൻഫോർമൽ എന്ന് പറയാം. അപ്പോൾ ഫോർമലും ഇൻഫോർമലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി. ഒരു പ്രോപ്പർ ഒരു അധികാരത്തിലുള്ള ഒരാൾ ആ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ വെച്ചിട്ട് ആ ടൈപ്പ് ചെയ്യേണ്ട ആ ഒരു ചാനൽ വെച്ചിട്ട് ആളൊരു മെസ്സേജ് അയക്കണം, അല്ലെങ്കിൽ ആളൊരു ഗവൺമെന്റ് ഓർഡർ എടുക്കണം. അത് ഫോർമൽ ആണ്. അല്ലാതെ കൂട്ടുകാർ നമ്മൾ സംസാരിക്കണു, നമ്മൾ വാട്സപ്പിൽ ചാറ്റ് ചെയ്യണു, ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കണു, ടെലിഗ്രാമിൽ മെസ്സേജ് അയക്കണു, സോഷ്യൽ മീഡിയ വഴി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ചായ കുടിക്കുമ്പോൾ നമ്മൾ സംസാരിക്കണു, അല്ലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നു, അതെല്ലാം ഇൻഫോർമൽ ആണ്. പിന്നെ അത് ഇൻഫോർമൽ വീണ്ടും പറയുന്നത് ഗ്രേപ്പ് വൈൻ, മുന്തിരിവള്ളികൾ പോലെ. മുന്തിരിവള്ളികൾ എന്ന് പറയുമ്പോൾ ഒരു പ്രോപ്പർ വഴിയില്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പടർന്ന് പിടിക്കും. ഇൻഫോർമൽ അത്രേ ഉള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സംസാരിക്കാം. പ്രോപ്പർ ഒരു സോഷ്യൽ ഒരു സ്ട്രക്ചർ ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സംസാരിക്കുന്നത് ഇൻഫോർമൽ, മറ്റേത് ഫോർമൽ. സംഭവം ആ കോൺസെപ്റ്റ് മനസ്സിലുണ്ടായാൽ മതി, ബാക്കി നിങ്ങൾക്ക് എഴുതാം. നെക്സ്റ്റ് എന്താ, വെർട്ടിക്കൽ ആണ് ഹൊറിസോണ്ടൽ. ഹൊറിസോണ്ടൽ എന്താ പറയാ, സ്ട്രേറ്റ്. വെർട്ടിക്കൽ നോക്കാം. 2 ടൈപ്പ് ഉണ്ട് വെർട്ടിക്കൽ. അപ്വേർഡും ഉണ്ട് ഡൗൺവേർഡും ഉണ്ട്. താഴേന്ന് മുകളിലേക്ക് അപ്വേർഡും ഉണ്ട്, മുകളിൽ നിന്ന് താഴേക്ക്. അതായത് ഒരു നമ്മളെല്ലാം ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. നമ്മൾ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിട്ട്. നമ്മൾ ജോലിക്ക് കയറുന്നത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിട്ട്. അപ്പൊ നമ്മൾ സർവീസിൽ കയറി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ആണ്. നമുക്ക് സൂപ്പർവൈസർ ഉണ്ട്, HI ഉണ്ട്, HIക്ക് സൂപ്പർവൈസർ ഉണ്ട്, HS ഉണ്ട്, HSന് സൂപ്പർവൈസർ ഉണ്ടാകുന്നുണ്ട്, TA ഉണ്ട്. ഒരു PHC ആണെന്നുണ്ടെങ്കിൽ അവിടെ MO ഉണ്ട്. അപ്പോൾ JHI, HI, HS, MO ഈ രീതിയിലുള്ള ഒരു PHCയുടെ വർക്ക് വരിക. അപ്പൊ അപ്വേർഡും ഡൗൺവേർഡും പറയാൻ ഇതിനും നല്ലൊരു ഉദാഹരണം ഇല്ല. അപ്വേർഡ് എന്ന് പറയുമ്പോൾ മുകളിലേക്ക് അല്ലെ. നമ്മൾ JHI ആണ് ഏറ്റവും താഴെ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ആണ്. ആ ഒരു പാറ്റേൺ, ആ ഒരു ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ ഏറ്റവും താഴെ, ഏറ്റവും സബോർഡിനേറ്റ്. നമ്മൾ നമ്മുടെ സൂപ്പർവൈസർക്ക് HI കൊടുക്കുന്നു, HI അത് HS കൊടുക്കുന്നു, HS അത് മെഡിക്കൽ ഓഫീസർക്ക് കൊടുക്കുന്നു.
താഴേന്ന് മുകളിലേക്ക് താഴേന്ന് മുകളിലേക്ക് അപ്വേർഡ്. തിരിച്ച് എം എന്തെങ്കിലും ഒരു മെസ്സേജ് നമ്മുടെ HS കൊടുക്കുന്നു, HS അത് HI കൊടുക്കുന്നു, HI അത് JHI തരുന്നു, ഡൗൺവേർഡ്. താഴേന്ന് മുകളിലേക്ക് പോകുമ്പോൾ അപ്വേർഡ്, മുകളിൽ നിന്ന് താഴേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ ഡൗൺവേർഡ്. അത്രേ ഉള്ളൂ, സംഭവം മനസ്സിലായാൽ മതി. വെർട്ടിക്കൽ അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ വെർട്ടിക്കൽ ആണ്, അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ്. ഇനി അടുത്തത് ഹൊറിസോണ്ടൽ. ഹൊറിസോണ്ടൽ മീൻസ് ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ, അതായത് ഈക്വൽ. നിങ്ങളുടെ കോളേജിലെ ഫാക്കൽറ്റി നിങ്ങളുടെ കോളേജിലെ മറ്റൊരു ഫാക്കൽറ്റിയോട് സംസാരിക്കണം. ഈക്വൽ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ തമ്മിൽ സംസാരിക്കുന്നു, ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ. നിങ്ങളൊരു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ആണ്, നിങ്ങളുടെ അതേ പോസ്റ്റിലാണ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ JHI JPHനോട് സംസാരിക്കണം. ഈക്വൽ റാങ്ക് അല്ലെങ്കിൽ ഈക്വൽ പൊസിഷൻ ആണ്, എന്താ പറയാ, ലാറ്ററൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. HI LHIയോട് അല്ലെങ്കിൽ ഒരു പബ്ലിക് ഹെൽത്ത് നേഴ്സ് PHനോട് സംസാരിക്കണം, വെർട്ടിക്കൽ ആണ്. ഒരു ഹെൽത്ത് സൂപ്പർവൈസർ പബ്ലിക് ഹെൽത്ത് നേഴ്സിംഗ് സൂപ്പർവൈസറോട് സംസാരിക്കണം, ഹൊറിസോണ്ടൽ ഈക്വൽ ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ. ഒരു കോളേജിലെ സ്റ്റുഡന്റ് എന്ന നിങ്ങൾ ആ കോളേജിൽ നിന്ന് മറ്റൊരു സ്റ്റുഡന്റിനോട് സംസാരിക്കണം, ഈക്വൽ ആണ്, ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ ആണ്, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അത്രേ ഉള്ളൂ, ഐഡിയ കൺസെപ്റ്റ് മനസ്സിലുണ്ടായാൽ മതി, ബാക്കി നോക്കാം. അത്രേ ഉള്ളൂ. അടുത്തത് വെർബൽ ആൻഡ് നോൺ വെർബൽ. വെർബൽ എന്ന് പറയുമ്പോൾ വേർഡ്സ് അല്ലെങ്കിൽ ഓറൽ ഫോം, റിട്ടൺ അല്ലെങ്കിൽ ഓറൽ ഫോം നമ്മൾ യൂസ് ചെയ്യും. നോൺ വെർബലിൽ വിത്തൗട്ട് വേർഡ്സ്. അത്രേ ഉള്ളൂ. വെർബൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഒരു ഗവൺമെന്റ് ഓർഡർ പറഞ്ഞു അല്ലെ, ഗവൺമെന്റ് ഓർഡർ ഒരു റിട്ടൺ ഫോം ആണ്, വെർബൽ ആണ്. നമ്മൾ നമ്മുടെ കൂട്ടുകാർക്ക് വാട്സപ്പിൽ ടെക്സ്റ്റ് ചെയ്യണം, വെർബൽ ആണ്. വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, വെർബൽ ആണ്. നമ്മൾ ലെറ്റർ അയക്കണം, മെയിൽ അയക്കുന്നു, വെർബൽ ആണ്. യൂസ് ഓഫ് വേർഡ്സ് ഉണ്ടെങ്കിൽ അത് വെർബൽ ആവും. പിന്നെ നമ്മൾ സംസാരിക്കണം, നമ്മൾ ചായ കുടിക്കാൻ പോകുമ്പോൾ നമ്മൾ ഡയറക്റ്റ് സംസാരിക്കണം, നമ്മൾ സൊറ പറയണം, നമ്മൾ ചായ കുടിക്കാൻ പോകുമ്പോൾ അങ്ങോട്ട് വന്ന് കുറ്റം പറയണം, ബൈ ഓറൽ വേർഡ്സ് ആണ്. അവിടെ വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നു, വെർബൽ ആണ്. വേർഡ്സ് യൂസ് ചെയ്യാതെ നമ്മളിപ്പോ ബൈക്കിൽ പോവുക, നമുക്കറിയാവുന്ന ഒരാളെ കണ്ടു, നമ്മൾ തലയെ നാട്ടി കാണിച്ചു അല്ലെങ്കിൽ കൈയൊന്ന് പൊക്കി കാണിച്ചു, നമ്മൾ ചിരിച്ച് കാണിച്ചു, അവിടെ നമ്മൾ വേർഡ്സ് യൂസ് ചെയ്യുന്നില്ല, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ് ഗസ്റ്റേഴ്സ് വെച്ചിട്ടാണ് അവർക്കത് മനസ്സിലാവുന്നത് അല്ലെ. അതല്ലാതെ ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ കോളേജിൽ ഇപ്പൊ ഒരു ഫാക്കൽറ്റി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക, എന്തെങ്കിലും ഒരു ടോപ്പിക് എടുത്ത് നിങ്ങളോട് മനസ്സിലാകുമെന്ന് ചോദിച്ചു, നിങ്ങൾക്കത് വെർബലും നോൺ വെർബലും രീതി ഉത്തരം പറയാം. മനസ്സിലായി ഐ സാർ എന്ന് പറയാം, അത് വെർബൽ ആവും. തലയാട്ടി കാണിക്കാം, നോൺ വെർബൽ ആണ്. അപ്പൊ നമ്മുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് ഫാക്കൽറ്റിക്ക് മനസ്സിലാവും അവന് മനസ്സിലായില്ല എന്നുള്ളത്, അത് നോൺ വെർബൽ ആണ്. അപ്പൊ വെർബലും നോൺ വെർബലും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ലാസ്റ്റ് വൺ വേ ആൻഡ് ടു വേ അല്ലെ. വൺ വേ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ടു വേ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ പറയുന്ന മറ്റൊരു പേരാണ് ഡൈഡാക്ടിക്. ടു വേ കമ്മ്യൂണിക്കേഷൻ പറയുന്ന മറ്റൊരു പേരാണ് സോക്രാറ്റിക്. വൺ ഡൈഡാക്ടിക്, ടു വേ സോക്രാറ്റിക്. ജസ്റ്റ് പേര് ഓർത്ത് വെച്ചാൽ മതി. വൺ വേ ദർ ഇസ് നോ ഫെസിലിറ്റി ഓർ എക്സ്പെക്ടേഷൻ ഓഫ് എ റിപ്ലൈ ഓർ ഫീഡ്ബാക്ക്. ഒരു റിപ്ലൈക്ക് ഒരു ഫീഡ്ബാക്കിനോ സാധ്യത ഇല്ലാത്ത ഒരു സാധനമാണ് വൺ വേ. റേഡിയോ ഓർക്കുന്നു, FM റേഡിയോയിലൊക്കെ നമ്മൾ പാട്ട് കേൾക്കണം അല്ലേ, ഇങ്ങനെ കേട്ടോണ്ടിരിക്കാനേ പറ്റുള്ളൂ. റേഡിയോ അവരുടെ നമ്പറിൽ വിളിച്ചാൽ സംസാരിക്കാം, അതല്ലാതെ നമുക്ക് ആ റേഡിയോട് ഇപ്പൊ ഈ പാട്ട് വേണ്ട വേറെ പാട്ട് വെക്കാൻ പറഞ്ഞാൽ നടക്കോ? ഇല്ല. ആ റേഡിയോ പറയുന്നത് നമ്മൾ മിണ്ടാണ്ട് കേട്ടോണ്ടിരിക്കാനേ പറ്റുള്ളൂ. വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ഒരു TV നമ്മൾ പരസ്യം കണ്ടു, കൊള്ളാമെങ്കിലും ഇല്ലെങ്കിലും പരസ്യം കണ്ടോണ്ടിരിക്കാനേ പറ്റുള്ളൂ. പരസ്യക്കാരോട് നമുക്ക് അങ്ങോട്ട് TV മുന്നിൽ ഇരുന്ന് പറഞ്ഞാല് ചെല്ലോ? ഇല്ല. അതൊക്കെ വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. നോട്ടീസ് ബോർഡ്, ഇപ്പൊ ഇലക്ഷൻ ഒക്കെ അല്ലേ, ഇലക്ഷന്റെ ബോർഡ് ഇഷ്ടം പോലെ കാണുന്നുണ്ട്, ആ ബോർഡ് വൺ വേ ആണ്. നമുക്ക് ആ ബോർഡിനോട് തിരിച്ച് സംസാരിച്ച റിപ്ലൈ കിട്ടോ? ഇല്ല. ഓക്കെ, അതൊക്കെ ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. അതിന് അഡ്വാൻറ്റേജ് എന്താ? സിമ്പിൾ ആണ്, ക്വിക്ക് ആണ്, ചീപ്പ് ആണ്. വേറെ ഉത്തരം പറയേണ്ട, ഒരു സാധനം ഉണ്ടാക്കി വെച്ചാൽ മതി അല്ലേ. ടു വേ. ടു വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കോളേജിൽ നിങ്ങളുടെ ഫാക്കൽറ്റി ക്ലാസ് എടുക്കണം. അപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ല, നിങ്ങൾക്ക് ചോദിക്കാം. ഒരു പോർഷൻ മനസ്സിലായില്ല, നിങ്ങൾക്ക് ചോദിക്കാം. ആൾ തിരിച്ച് റിപ്ലൈ തരും, നിങ്ങൾക്ക് അങ്ങോട്ട് ചോദിക്കാം, ഇങ്ങോട്ട് ചോദിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. ടു വേ, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ നമ്മുടെ ഫീഡ്ബാക്ക് നാളെ ക്ലാസ് എടുക്കണം, നമുക്ക് അവിടെ മെസ്സേജ് തരണം, നമ്മളത് മനസ്സിലാക്കി നമ്മൾ അത് ഡീകോഡ് ചെയ്ത് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് അങ്ങോട്ട് ചോദിക്കാം. ഫീഡ്ബാക്ക് മെക്കാനിസം അവിടെ വർക്ക് ആവും. അതിനാണ് വൺ വേ ആ ടു വേ എന്ന് പറയുന്നത്. വൺ വേയും ടു വേയും മനസ്സിലായോ? കൺസെപ്റ്റ് മനസ്സിലുണ്ടായാൽ മതി. അത്രേ ഉള്ളൂ, 4 കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ ഇൻ ഗ്രൂപ്പാണ്. ഗ്രൂപ്പിൽ എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേഷൻ വർക്ക് ആവും, ആ കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ എന്തൊക്കെയാണ്, അത് 4 ഇതും സിമ്പിൾ ആണ്, അതുകൊണ്ട് ഞാൻ ഓടിച്ചു വിടുന്നത്. പെട്ടെന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് തീർത്തേക്കാം, വെറുതെ സമയം കളയണ്ടല്ലോ. ഒരു 10-20 മിനിറ്റിനുള്ളിൽ ക്ലാസ് തീർക്കാൻ പറ്റും. കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസ് ഇൻ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൽ എങ്ങനെ ഈ കമ്മ്യൂണിക്കേഷൻ വർക്ക് ആവും എന്ന് നോക്കാം. 4 ടൈപ്പ് ഉണ്ട്: ചെയിൻ പാറ്റേൺ, വീൽ പാറ്റേൺ, സർക്കുലർ പാറ്റേൺ ആൻഡ് ഓൾ ചാനൽ പാറ്റേൺ. ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ്, ചെയിൻ പാറ്റേൺ. ഇൻ ദിസ് പാറ്റേൺ ഇൻഫർമേഷൻ ഫ്ലോസ് ഇൻ എ ചെയിൻ അല്ലേ. നമ്മൾ ബൈക്കിന്റെ ചെയിൻ അല്ലേ, ചെയിൻ, സൈക്കിളിന്റെ ചെയിൻ കണ്ടിട്ടില്ലേ, ആ ഒരു പാറ്റേണിലായിരിക്കുന്നത്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനും ആ ഒരു ചെയിൻ
ആ ഒരു പാറ്റേൺ അനുസരിച്ച് ഫ്ലോ ചെയ്യൂ എന്നാണ് അവർ പറയുന്നത്. അതൊരു there will be a leader who communicates to members through certain other persons in a chain. ആ ചെയിൻ അനുസരിച്ച് മാത്രമേ കമ്മ്യൂണിക്കേഷൻ നടക്കുള്ളൂ. ഇപ്പൊ നമ്മൾ കുറച്ച് മുമ്പേ ആ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ പറഞ്ഞ അതുപോലെ തന്നെ ഒരു പാറ്റേൺ ഉണ്ട്. അതായത് ഇപ്പൊ സൂപ്പർവൈസർ ഒരു എമ്മോ ഒരു മെസ്സേജ് ഉണ്ട്, അത് എച്ച് എസിനോട് പറയുന്നു, എച്ച് എസ് അത് എച്ച് ഐയോട് പറയുന്നു, എച്ച് ഐ ആരോട് പറയുന്നു, ജെ എച്ച് ഐയോട് പറയുന്നു. അല്ലാണ്ട് ഡയറക്റ്റ് എമ്മോ ജെ എച്ച് ഐയോട് പറയില്ല. ആ ഒരു ചെയിൻ, ആ ഒരു പാറ്റേൺ അനുസരിച്ച് മാത്രമേ കമ്മ്യൂണിക്കേഷൻ നടക്കാൻ പാടുള്ളൂ ഈ ഗ്രൂപ്പിൽ. അതിനെയാണ് ചെയിൻ പാറ്റേൺ എന്ന് പറയാം. ജെ എച്ച് ഐ ഒരു കാര്യം പറയണം, ജെ എച്ച് ഐ ഡയറക്റ്റ് എമ്മോയോട് പറയല്ല, എച്ച് ഐയോട് പറയണം. എച്ച് ഐ അത് എച്ച് എസിനോട് പറയുന്നു, എച്ച് എസ് അത് എമ്മോയോട് പറയുന്നു. ആ ചെയിൻ അവിടെ വർക്ക് ആവണം. അതിനെയാണ് ചെയിൻ പാറ്റേൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വീൽ പാറ്റേൺ. All subordinates under one superior communicate through him only. അതായത് എ സ്മോൾ ബിസിനസ് ഓണർ ഹു കമ്മ്യൂണിക്കേറ്റ് ഡയറക്ട്ലി വിത്ത് ഈച്ച് ഓഫ് ഹിസ് 5 എംപ്ലോയീസ്. ഞാനിപ്പോ പറയട്ടെ, എംഒ ജെ എച്ചോട് പറയുന്നു എന്ന് പറയുന്നു അല്ലെ, എംഒ എച്ച് എസോട് പറഞ്ഞു, എച്ച് എസ് എച്ചോട് പറഞ്ഞു, എച്ച് ജെ എച്ചോട് പറയുന്നു. ഈ സെയിം ആ ഒരു കൺസെപ്റ്റ് നമ്മളൊരു ബേക്കറി അല്ലെങ്കിൽ ഒരു ഹോട്ടലോ ഒരു ബേക്കറി എടുക്കുക. ഒരു ബേക്കർ, ആ ബേക്കറിയിലെ ഓണറും അവിടെ ഒരു 5 സ്റ്റാഫും ഉണ്ട്. അപ്പോ ഒരു ചേട്ടൻ കട എന്നിട്ട് പറയാം, ആ ബേക്കറി എന്നിട്ട് പറയണം ഒരു ലൈം ജ്യൂസ് എടുക്കണം. മാനേജറിനോടാ പറയുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ഓണറോട്, ബിസിനസ് ഓണറോടാ പറയുന്നത്. ഓണർ അതും ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ എച്ച് എസിനോട് പറഞ്ഞു, എച്ച് യോട് പറഞ്ഞു, ജെ എച്ച് പറയുന്ന പോലെ അവിടെയുള്ള 5 പേരോടും പറഞ്ഞ് 5-മത്തെ ആളാണോ ജ്യൂസ് അടിക്കുക? അല്ല, അവിടുത്തെ ഓണർക്ക് ഡയറക്റ്റ് ജ്യൂസ് അടിക്കുന്ന ആളോട് പറയാം. അവിടെ വേറെ ആളുടെ ആവശ്യമില്ല. അപ്പൊ ആ ഒരു സ്മോൾ ബിസിനസ് ഓണർ ഡയറക്റ്റ് അവരുടെ 5 എംപ്ലോയീസിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അവിടെ ഒരു ഒരു ഇടയ്ക്ക് നിൽക്കാൻ ഒരു ഇന്റർമീഡിയറ്റ് ഉള്ള ഒരാളുടെ ആവശ്യമില്ല. ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. അവിടെ നോക്കിയ സ്റ്റാഫ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഡയറക്റ്റ് മാനേജറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. ആ സ്മോൾ ഒരു ചെറിയ ബിസിനസ് ഒക്കെ സക്സസ് ആവുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ അനുസരിച്ചാണ് ആ ഒരു മാനേജർ അവിടുത്തെ എല്ലാ സ്റ്റാഫിനോടും ഈക്വലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതിനാണ് വീൽ പാറ്റേൺ എന്ന് പറയാം. നെക്സ്റ്റ് എന്താ? സർക്കുലർ പാറ്റേൺ. ഇത് നമ്മൾ ഉദ്ദേശിച്ച ചെയിൻ പോലെ തന്നെയാണ്, പക്ഷെ ആ ചെയിൻ നമ്മളൊന്ന് സർക്കുലർ പാറ്റേണിലാക്കി വെക്കുന്നു. സർക്കുലർ പാറ്റേൺ ഇൻ ദിസ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ മൂവ്സ് ഇൻ എ സർക്കിൾ അല്ലെ. കമ്മ്യൂണിക്കേഷൻ ഒരു സർക്കിളിലാണ് വർക്ക് ആവുന്നത്. ഈച്ച് പേഴ്സൺ ഈസ് ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈസ് അഡ്ജോയിനിങ് 2 പേഴ്സൺസ് ഉള്ളി. ഒരു മെമ്പറിന് തൊട്ടപ്പുറയും തൊട്ടിപ്പുറയുള്ള ആളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക്, അവിടെ ആ ഇമേജ് നോക്കിയേ, എ എന്ന് പറയുന്ന ആൾക്ക് ഇയോടും ഡിയോടും മാത്രമേ സംസാരിക്കാൻ പറ്റൂ. ബി എന്ന് പറയുന്ന ആൾക്ക് എയോടും സിയോടും മാത്രമേ സംസാരിക്കാൻ പറ്റൂ. അല്ലാണ്ട് ഡയറക്റ്റ് ഇയോടോ ഡയറക്റ്റ് ഡിയോടോ സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ സംസാരിക്കണം. അങ്ങനെ എന്തൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ എ വഴി അങ്ങോട്ട് പോകാൻ പറ്റൂ. അപ്പം ഡിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സി വഴിയേ പോകാൻ പറ്റൂ. അപ്പോൾ ഡിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എയോടോ സിയോടോ പറ്റുള്ളൂ. അതിനെയാണ് നമ്മൾ സർക്കുലർ പാറ്റേൺ പറയാം. ഏതൊരാൾക്കും അങ്ങോട്ട് അപ്പുറയും ഇപ്പുറയും തൊട്ടടുത്ത് നിൽക്കുന്ന അഡ്ജോയിനിങ് 2 ആളോട് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് സംസാരിക്കാൻ പറ്റില്ല. അതിനെയാണ് സർക്കുലർ പാറ്റേൺ എന്ന് പറയാം. ലാസ്റ്റ്, ഓൺ ചെയിൻ പാറ്റേൺ. ആർക്ക് വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും സംസാരിക്കാം. ആ ഇമേജ് നോക്കിയേ, എ ആരോടൊക്കെ സംസാരിക്കുന്നുണ്ട്, ബി സി ഡി ഇ എല്ലാവരോടും സംസാരിക്കുന്നുണ്ട് അല്ലെ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. ഓൾ ദ മെമ്പേഴ്സ് ഇൻ ദിസ് നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ഫ്രീലി റെഗുലർലി. എല്ലാവരോടും ഈക്വൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ഇൻ ദിസ് നെറ്റ്വർക്ക് ഈച്ച് പേഴ്സൺ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് എനി അതർ പേഴ്സൺ ഫ്രീലി. ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. ക്ലാസ് റൂം ഗ്രൂപ്പ് അല്ലെങ്കിൽ ഗോസിപ്പ് സർക്കിൾ, ഇവിടെ ക്ലാസ് റൂമിലൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട് അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും ആരോട് വേണമെങ്കിലും. അല്ലാണ്ട് അവിടെ റെസ്ട്രിക്ഷനോ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ല. എല്ലാവരുമായിട്ട് നമ്മൾ ഈക്വൽ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അതിനാണ് നമ്മൾ ഓൺ ചെയിൻ പാറ്റേൺ എന്ന് പറയാം. അത്രേ ഉള്ളൂ, കഴിഞ്ഞ്. ഒന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത് മൊത്തം എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്? 2 എണ്ണം. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനും ഉണ്ട്, ആ ഒരു പാറ്റേണും ഉണ്ട്. ടൈപ്സ് എന്തൊക്കെയാണ്? 4 എണ്ണം അല്ലെ. 4 എണ്ണം എന്തൊക്കെയായിരുന്നു? 4 എണ്ണം ഒന്ന് ഓർത്ത് നോക്കിയേ. ഒന്നുകൂടി കാണിക്കാം. 4 എണ്ണം എന്തൊക്കെയാണെന്ന് ഒന്ന് ഓർത്ത് നോക്കിയേ. ഫോർമൽ ഇൻഫോർമൽ ഉണ്ട്, പിന്നെ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ഉണ്ട്, വെർബൽ നോൺ വെർബൽ ഉണ്ട്, 1 വേ 2 വേ ഉണ്ട്. ഫോർമൽ ഇൻഫോർമൽ നമ്മൾ ഗവൺമെന്റ് ഓർഡറിന്റെ കാര്യം നമ്മൾ അല്ലാതെ സംസാരിക്കുന്നു പറഞ്ഞു. വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ അപ്വേർഡ് ഡൗൺവേർഡ് പറഞ്ഞു. ഈക്വൽ ആളുകൾ തമ്മിൽ സംസാരിക്കുന്നു പറഞ്ഞു. എച്ച് എസും എൽ എച്ച് എസും, ജെ എച്ച് ജെ പി എച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിലെ ഫാക്കൽറ്റി മറ്റൊരു ഫാക്കൽറ്റിയോട് സംസാരിക്കുന്നു, ഒരു കോളേജിലെ സ്റ്റുഡന്റ് മറ്റൊരു സ്റ്റുഡന്റിനോട് സംസാരിക്കുന്നതൊക്കെ ഹൊറിസോണ്ടൽ വരും. വെർബൽ നോൺ വെർബൽ വേർഡ്സ് യൂസ് ചെയ്യുന്നു. നമ്മൾ ഓറൽ പറയുന്നു അല്ലെങ്കിൽ റിട്ടേൺ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നു വെർബൽ. വിത്തൗട്ട് നമ്മൾ ഹാൻഡ് ഗസ്റ്റേഴ്സോ ബോഡി മൂവ്മെന്റ് ഒക്കെ വെച്ച് മനസ്സിലാക്കുന്നത് നോൺ വെർബൽ. 1 വേ 2 വേ നമ്മൾ പറഞ്ഞില്ല, ഡൈഡാക്ടിക് സോക്രാറ്റിക് പറഞ്ഞു 1 വേ 2 വേ എന്ന് പറയാം. ഇല്ലെങ്കിൽ 2 വേക്കാണ് നമ്മൾ IPC എന്ന് പറയാം, റേഡിയോ പറയുന്നത് 1 വേ. അല്ലാതെ കോളേജിൽ നിങ്ങളുടെ
നമ്മുടെയൊക്കെ കോളേജിൽ നമ്മുടെ ഫാക്കൽറ്റി ക്ലാസ്സിൽ നിന്ന് പ്രൂവ് ചെയ്യണം. അങ്ങോട്ട് സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. ഒരു കോളേജ് പ്രോപ്പർ കോളേജ് ലെക്ചർ 1 way ആണ്, അറിയാലോ. അത് 4 പറഞ്ഞ ശേഷം നമ്മൾ എന്ത് പറഞ്ഞു? കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ എന്തൊക്കെയാന്ന് പറഞ്ഞു. ചെയിൻ പാറ്റേൺ പറഞ്ഞു, വീൽ പാറ്റേൺ പറഞ്ഞു, സർക്കുലർ പാറ്റേൺ പറഞ്ഞു, ഓൾ ചെയിൻ പാറ്റേൺ പറഞ്ഞു. ഓൾ ചെയിൻ പാറ്റേൺ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. സർക്കുലർ പാറ്റേൺ അത് തൊട്ടടുത്തിരിക്കുന്ന 2 പേരോട് മാത്രം സംസാരിക്കാൻ പറ്റുള്ളൂ. വീൽ പാറ്റേൺ ഒരു ചെറിയൊരു ബിസിനസ് ആള് ഡയറക്റ്റ് മാനേജറോട്, മാനേജർക്ക് ആ കമ്പനി വർക്ക് ചെയ്യുന്ന എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള അവകാശമുണ്ട്. ചെയിൻ പാറ്റേൺ ഒരു കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ, MO ഡയറക്റ്റ് HS വഴി HE വഴി JHE എന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ ഈ 4 പറഞ്ഞു മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. റേഞ്ച് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. നിങ്ങൾ സംശയമാണ്, നിങ്ങൾ മെസ്സേജ് അയക്കാം. ഓക്കെ, താങ്ക് യു. അടുത്താണ്.